ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മളൊക്കെ കുക്കർ ഉപയോഗിക്കാറുണ്ടല്ലോ, അത് നല്ല സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗമാണ് കേട്ടോ. അത് നല്ല രീതിയിൽ ലെവലായി തന്നെ ഇരിക്കണം. ഇപ്പം നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് അറിയാതെ കുക്കർ നമ്മളുടെ കയ്യിൽ നിന്ന് താഴെ പോകുമല്ലേ ചിലപ്പോൾ ഒക്കെ. അപ്പോൾ അതങ്ങനെ ഒരു ചിളക്കമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ലെവലല്ലാതായി പോകും. നമുക്കിങ്ങനെ തറയിലൊന്ന് കമഴ്ത്തി വെച്ചിട്ട് നോക്കണം അത് ലെവലാണോ എന്ന്. അത് ലെവലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുക്കർ ഉപയോഗിക്കാനേ പാടില്ല കേട്ടോ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇന്നത്തെ കാലത്ത് വാർത്തകളിലൊക്കെ വരുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഞെട്ടലാവും അല്ലേ. ഒരു പ്രഷർ കുക്കറിന് മനുഷ്യൻ്റെ ജീവനെ കളയാൻ തന്നെ ശക്തിയുണ്ട്. അപ്പോൾ അത് നമ്മൾ അതുപോലെ കെയർഫുൾ ആവണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് സേഫ്റ്റി വാൽവാണ് കേട്ടോ. സേഫ്റ്റി വാൽവ് എപ്പോഴും നമ്മൾ നോക്കണം. പരിശോധിച്ചതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്യാൻ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു കേടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സേഫ്റ്റി വാൽവ് വാങ്ങിക്കാനും കിട്ടും. പുതുതായിട്ട് നമുക്ക് വാങ്ങിച്ചിടാനും പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോളാണ് കേട്ടോ. ആ ഹോള് അടഞ്ഞിരിക്കാതെ എപ്പോഴും നമ്മൾ ഭക്ഷണം പാകം ചെയ്തതിന് ശേഷം കഴുകുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ക്ലീനാക്കി കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കേട്ടോ. സേഫ്റ്റി വാൽവും അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സേഫ്റ്റി വാൽവ് കേടായാൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ വേറൊരു കുക്കറാണ് കേട്ടോ. അതിൻ്റെ സേഫ്റ്റി വാൽവ് കണ്ടോ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ പല കുക്കറുകൾക്കും പല രീതിയിലായിരിക്കും അവർ അതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇളകി കിടക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ വാഷർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ വാഷർ. അപ്പോൾ വാഷർ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ വാഷറിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ എന്ന് മാത്രം നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ എന്തെങ്കിലും കാരണത്താൽ പ്രഷർ കുക്കർ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളം പുറത്തേക്ക് ലീക്ക് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ടാണല്ലോ വായു പുറത്തേക്ക് പോണത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പ്രധാനപ്പെട്ട പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ഇതുപോലെ തറയിലൊന്ന് വെച്ച് നോക്കുക കറക്റ്റ് ലെവലായിട്ട് ഇരിക്കുന്നുണ്ടോയെന്നേ. അപ്പോൾ അത് നമ്മൾ ഒരു കടയിൽ പോകുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് എല്ലാവരും ഒന്നും നോക്കാറില്ല. ഈ ഒരു അടപ്പിൻ്റെ ആ ഒരു ഭാഗവും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുക്കർ കേടായി കഴിയുമ്പോൾ നന്നാക്കി തരുന്ന കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷനുകളൊക്കെ നല്ലതാണ് കേട്ടോ. അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് വാഷറുകൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ക്ലീൻ ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വാഷർ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നല്ലൊരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. കുറച്ച് ഉപയോഗിച്ചതിന് ശേഷം അതൊന്ന് അല്ലാതെ ഇതുപോലെ ഒന്ന് ഫ്ലെക്സിബിൾ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതെൻ്റെ കുക്കറിൻ്റെ പഴയ കുക്കറുകളുടെ വാഷറുകളാണ്. ഇതൊരു പുതിയ കുക്കറാണ് കേട്ടോ. കണ്ടോ, അതിന് കുറച്ച് കൂടി ഒന്ന് ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ ഈ കുക്കറിൻ്റെ വാഷർ നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്ത് ശ്രദ്ധിക്കും. അത് വല്ലാതെ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അത് മാറേണ്ട സമയമായി എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കടയിൽ നമ്മളുടെ അടപ്പ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർ മാറിത്തരും. നല്ല പുതിയത് നമുക്ക് കിട്ടും. അപ്പോൾ യഥാസമയങ്ങളിൽ കുക്കർ അതിൻ്റേതായ മാറ്റങ്ങൾ വരുത്തി വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. അല്ലാതെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞത് എത്ര നാൾ കഴിഞ്ഞാലും നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കാനേ പാടില്ല. ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്തതിന് ശേഷം വേണം കുക്കർ ഉപയോഗിക്കാനായിട്ട്. നമ്മൾ കുക്കർ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആണല്ലേ. ഒരുപാട് സമയം നമുക്ക് ലാഭമാണ്. പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കർ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് ഉയരമുള്ള കുക്കർ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈ ഒരു വെള്ളമൊക്കെ പുറത്തേക്ക് തെറിക്കുന്നതൊക്കെ നമുക്കൊരു പരിധി വരെ കുറച്ച് കൂടുതലായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കർ പല ടൈപ്പിലുള്ള കുക്കറുകളുണ്ട്. നല്ല ഭംഗിയുള്ള കുക്കറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഭംഗി നോക്കാതെ അത്യാവശ്യം നമുക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള കുക്കർ എടുക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് അടുക്കളയിൽ ഫ്രണ്ട്ലി ആകാൻ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് നമ്മളുടെ ജോലിയൊക്കെ കഴിയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിസിലാണല്ലേ. വിസിലറിയാലോ, നല്ല രീതിയിൽ വർക്കായില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രഷർ നിൽക്കാതിരിക്കും നമ്മൾ കുക്കർ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പം വിസിലും നമ്മൾ വൃത്തിയായി കഴുകണം. അതിനകത്തും ഈ ഒരു ഒന്നും കയറി അടഞ്ഞിരിക്കാൻ നമ്മൾ അനുവദിക്കരുത് കേട്ടോ.
ചെറിയ ഒരു ബ്രഷ് വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്കറിയാമല്ലോ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സ്പോഞ്ച് വെച്ചോ ഒക്കെ നമുക്ക് വൃത്തിയാക്കാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്സ് ഒന്ന് ഊരിയതിന് ശേഷവും വാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഊരുന്നില്ല, ഞാനിത് വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കുക്കറിൻ്റെ വിസിലും നല്ല രീതിയിൽ നോക്കി വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി നമുക്ക് കഴുകുന്ന രീതി നോക്കാം. ഞാൻ എപ്പോഴും കുക്കർ കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു ബ്രഷാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളിലൊന്നും നമ്മൾ എത്ര തേച്ചാലും നമ്മളുടെ സ്ക്രബ്ബർ വെച്ചിട്ട് പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങളൊരു ബ്രഷ് ഇതിനു വേണ്ടി തന്നെ മാറ്റി വയ്ക്കുക. വളരെ സിമ്പിളാണ് നമ്മളുടെ കുക്കർ വൃത്തിയാക്കി എടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതിയാകും കേട്ടോ. നമ്മളുടെ കൈ എത്താത്ത ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രബ്ബർ എത്താത്ത ഭാഗത്തും ഒക്കെ ക്ലീൻ ആക്കാൻ ഇതുപോലൊരു ബ്രഷ് മസ്റ്റായിട്ടും ഉപയോഗിക്കുക. വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കുറച്ച് നമ്മളുടെ ലിക്വിഡ് കൂടെ ഒഴിച്ചിട്ട് കഴുകുവാണെങ്കിൽ നല്ല സിമ്പിളായിട്ട് നമ്മളുടെ കുക്കർ ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വേറെ രീതിയിൽ നമ്മളുടെ കുക്കർ അതിനകത്ത് ഹോൾസിലൊന്നും ഇല്ലയെന്ന് ഒന്നും കൂടി ഉറപ്പ് വരുത്താൻ പറ്റുന്നൊരു ടിപ്പാണ്. നമ്മളുടെ കുക്കറിൻ്റെ അടപ്പിലേക്ക് കുറച്ച് വെള്ളം നിറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതായി ഹോളിൽ കൂടെ താഴേക്ക് ആ വെള്ളം പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുക്കറിൽ അടവൊന്നുമില്ലയെന്ന് നമുക്ക് ഉറപ്പാക്കാവേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു സിമ്പിളായിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഊതി കൊടുക്കുവാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ചെറുതായിട്ടൊന്ന് ഊതുവാണെങ്കിലും നന്നായിരിക്കും. ഊതുന്നതിനേക്കാളും നല്ലത് നമുക്ക് വെള്ളം ഒന്നൊഴിച്ച് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ അത് വർക്കൗട്ട് ആകും കേട്ടോ. ഇനി നമുക്ക് കുക്കർ പാകം ചെയ്യുന്ന സമയത്ത് കുറച്ച് ടിപ്പുകൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് കുറച്ച് പയറാണ് കേട്ടോ. നമ്മുടെ വൻപയർ എന്നാണല്ലോ ഇത് പറയുന്നത്. വൻപയർ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുക്കറിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് പകുതിയാണ് നമുക്ക് എന്ത് തന്നെ സാധനമാണെങ്കിലും വെള്ളവും നമ്മളിടുന്ന എന്താണോ കുക്ക് ചെയ്യാനിടുന്നത് അതും കൂടി നമുക്ക് കുക്കറിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമാണ് നിറയ്ക്കാൻ പാടുള്ളൂ. അതിന് മുകളിലേക്ക് നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമുക്ക് അത് നമ്മളുടെ കുക്കറിന് കേടുവരുത്താനായിട്ടും അതുപോലെ തന്നെ നമുക്ക് അപകടങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമുക്ക് ചിലപ്പം കുറച്ചും കൂടി ഉള്ളതെന്ന് ഓർത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് അതിനകത്തേക്ക് തന്നെ ഇടാമെന്ന് വിചാരിച്ചൊന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യരുത്. അര ഭാഗമാണ് യഥാർത്ഥത്തിൽ കുക്കറിൽ പാകം ചെയ്യാൻ പാടുള്ളൂ. നിറച്ച് വെക്കുന്നത് എപ്പോഴും നമുക്ക് അപകടങ്ങൾ വരുത്തും കേട്ടോ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ കുക്കറിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് തിളച്ച് തൂവി പോകാതിരിക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രം അങ്ങോട്ട് നമ്മളുടെ കുക്കറിനകത്തേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. അര ഭാഗം മാത്രമേ നിറയ്ക്കാൻ പാടുള്ളൂ. അതിന് ശേഷം നമുക്ക് കുക്കർ ഇതുപോലെ അടച്ചു കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ തിളച്ച് തൂവി പോകുന്നത് ഒരു പരിധി വരെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് കുക്കർ അടച്ച് നമുക്ക് നമ്മളുടെ ഗ്യാസ് ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ആരോ മാർക്ക് ഉണ്ട് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പ്രസ്റ്റീജിൻ്റെ കുക്കറാണ്. അത് അടയ്ക്കാൻ നല്ല സിമ്പിളാണ്. അമ്മമാർക്കൊന്നും അറിഞ്ഞുകൂടാത്ത അമ്മമാരൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നത്. ആ ആരോ മാർക്കിൽ വെച്ച് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതിയാകും. അപ്പം നമ്മുടെ കുക്കർ വേഗത്തിൽ നമുക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.